ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കല്യാണത്തിന് എന്റെ കുട്ടികളേക്ക് പോകാൻ പാടില്ല, ഒരു വീട്ടിലേക്ക് എന്റെ മക്കളേക്ക് ചെല്ലാൻ പാടില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാല് എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താണ് ഇഷ്ടമില്ലാത്ത കാര്യം എന്നെ കൊണ്ടുപോകില്ല. മക്കളെ എന്നോട് നോണ പറഞ്ഞിട്ട് കൂട്ടുകാരന്റെ കല്യാണം ബന്ധുക്കാരുടെ കല്യാണത്തിന് കൊണ്ടുപോയതാ എന്നോട് പറയാതെ. ആദ്യം ബന്ധുക്കളെ ശത്രുക്കളാക്കി. എനിക്ക് ശത്രുക്കളാക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല 60,000 കേസ് എന്റെ ഉമ്മാനാണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് 60,000 കിട്ടില്ല. കിട്ടുവോ? സംഭവം ഞാൻ കൊടുക്കണോ? എന്റെ ഏട്ടനെ പണിക്ക് കഴിഞ്ഞാൽ ഇക്കിന്റെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? എന്റെ പെങ്ങളെ പണിക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ പിണക്കാനാണ് ഇവര് ഓർഡർ ചെയ്യുന്നത്. ഒരു പെണ്ണ് ഒരു വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം പിണക്കണ അമ്മായിമ്മനെ. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ എത്ര കേസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവൂല. ആദ്യം പറയുന്നത് അമ്മ ശരിയല്ല, അമ്മായിമ്മ എന്തുകൊണ്ട് ശരിയല്ല? ഇവര് പെണ്ണല്ലേ, ഇവർക്ക് ഉമ്മല്ലേ? എന്തുകൊണ്ട് അമ്മായിമ്മ ശരിയല്ല? എന്തുകൊണ്ട് ഭർത്താവിന്റെ പെങ്ങള് ശരിയല്ല? മറ്റുള്ള കൂട്ടുകാര് ശരിയല്ല? ഇവര് കണ്ടെത്തുന്ന ഒരു വിദ്യയാണത്. ഇവർക്ക് സ്വന്തമായി കിട്ടണം. അങ്ങനെ വളച്ചുകൂട്ടി കിട്ടിയിട്ട് ഇങ്ങനെ അടുക്കിട്ട് ഇങ്ങനെ ഓടിക്കുക, കൊണ്ടുവന്ന് കംപ്ലീറ്റ് മേടിച്ചെടുക്കുക. വേണ്ടാന്ന് തോന്നുന്ന ഒറ്റ തള്ളു പോ. അതിന് ഇവര് ന്യായങ്ങൾ ഇവര് കണ്ടെത്തും. അത് ഏത് വിധേന നമ്മൾ ഇത്ര കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മള് വടി പിടിച്ച് നടക്കുക, പിരാന്തനായി ടെൻഷൻ തല ചൊറിഞ്ഞിട്ട്. എന്നിട്ട് കള്ളു കുടിക്കുക, ബോധം മരണവരെ കള്ള് മേടിച്ചു കുടിക്കുക. കായില്ലെങ്കിൽ മറ്റുള്ളവന് കടം മേടിച്ചു കുടിക്കുക. എന്തിനു? ഉറങ്ങാൻ വേണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ ശേഷം കള്ളുകൂടിയൊന്നും ഇല്ല. ഞാൻ നല്ല മനുഷ്യനായി. അയാൾക്കത് മുമ്പേ ചെയ്യാൻ പറ്റില്ല. ഇതാണ് പറഞ്ഞത്, മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. ഇജ്ജ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അയാൾ എന്തായിക്കോട്ടെ 3 നേരം നല്ല സുഭിക്ഷമായിട്ട് തിന്നാൻ തന്നിരുന്നില്ലേ? ഇട്ടുകൊടുക്കണ വസ്ത്രം, ഒരു പെരുന്നാള്, വിഷു, ഓണം ഇവിടെ നിന്ന് പരിചി ഒഴിവാക്കിയിരുന്ന എന്റെ മക്കൾക്കാർക്ക് ഞാൻ തുണി പരുത്തി തന്നില്ലേ? അപ്പൊ ഞാനും അധ്വാനിച്ചിട്ട് തന്നെ. എന്ത് നാല് ചക്കര അടിച്ചിട്ടാ? ഈ 4 ചക്ര എങ്ങനെ ഞാൻ ജീവിക്കുന്നത്? ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. അതാണ് വാശി. അല്ലാണ്ട് അവിടെ ഇവിടെയും പോയിട്ട് എന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതേമത്തെ സംഘടനയ്ക്ക് വിളിച്ചു വരുത്തല്ല വേണ്ടി. ജീവിച്ച് കാണിക്കണം. നേതൃത്വം വിളിച്ചു വരുത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ വിളിച്ചിടത്തേക്ക് മേഡം ഇയാള് വരികയില്ല. എന്തിനു കൂട്ടുകാരന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയതല്ലേ? കലാക്കല്ലേ വേണ്ട കാണാൻ പാട്. ആ കൂട്ടുകാരൻ സത്യത്തിൽ I have no answer for these questions. Yes. He is saying some truth. Perfect truth. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല. Even though he is a layman in the Ayola. വളരെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ചിന്തിച്ചാൽ മതി. ഒരൊറ്റ കാര്യം ഞാൻ പറ്റി പറയാം. ഞാൻ ഒരു ഇതുകൊണ്ട് പറയല്ലേ, ഒരു കാര്യം ഇവിടെ ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യന് ബുദ്ധി വളരെ ശരാശരി 30-32 വയസ്സെങ്കിലും വേണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതുവരെ ഓൻ ചെയ്ത് കൂട്ടുന്നത് ഓനക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്താണ് ഓൻ ചെയ്യണതെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം സത്യസന്ധമായി ചെയ്തത്, എന്റെ കുടുംബം ഞാൻ നോക്കിയിരുന്നു. എന്റെ കുടുംബം ഞാൻ വളരെ ഭംഗിയായിട്ട് നോക്കിയിരുന്നു. അത് നിങ്ങൾക്ക് എന്റെ അയൽവാസിയോട് വന്ന് ചോദിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാരണവശത്താലും എന്റെ വീട്ടിന് ഞാൻ എന്റെ മക്കൾക്കും ഈ ഇരിക്കുന്ന ആൾക്കും ഞാൻ ഒരു കുറവും ഞാൻ പറ്റിയില്ല. ഒരു ഓണം, ഒരു വിഷു നിഷേധിക്കാൻ പറ്റില്ല. എന്ത് ചിക്കൻ വേണട്ടാ, ചിക്കനായി. ഷവർമ്മ വേണം, ഷവർമ്മയായി. ചുട്ട കോഴി വേണം, ചുട്ട കോഴിയായി. ഇത് ഞാൻ നയിക്കണതാ. ആ നയിപ്പ് ഞാൻ ഒന്നും നയിക്കുന്നുണ്ട്. ഞാൻ ഇക്കെന്താ റെസ്റ്റ് വേണ്ടേ? എനിക്കൊരു അസുഖമായി കഴിഞ്ഞ് ഇന്നെ നോക്കാൻ ആള് വേണ്ടേ? എന്തേ കയ്യോട് പൂര കച്ചവടത്തിന് പേര് ഞാൻ കൊടുത്തിട്ട് കൊടുക്കുക. ഞാൻ ബലൂ നിൽക്കാൻ വേണ്ടി പോയിട്ട് ഇതൊന്നും അധ്വാനത്തിൽ പെടില്ലേ? എന്തേ? തീർച്ചയായിട്ടും. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒക്കെ കയ്യാണ്ട് കഴിഞ്ഞപ്പോ ഞാൻ നിലയില്ലാത്ത വെള്ളത്തിൽ നിൽക്കുമ്പോ വന്നിട്ട് പറയാ ഇങ്ങോട്ട് കൊണ്ടാ എവിടുന്ന് എടുത്തായിരുന്നു ഞാനിത്? ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് തലാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ഭാര്യയാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ആ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറയില്ല, പറയേണ്ട ആവശ്യം പോയേണ്ടി വന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെ. പോകേണ്ടി വന്ന ഒരവസ്ഥ, അതായത് ഇത് കേട്ടോളി. കാര്യം ഇങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാര്യം വെച്ചാല് എന്റെ മൊബൈലിൽ നിന്നും ഞാനിപ്പോ കല്യാണം കഴിച്ച ഭാര്യ വിദഗ്ധമായിട്ട് ഇയാളെ നമ്പർ എടുത്ത്, എന്നിട്ട് എന്റെ കാര്യങ്ങൾ, പൂർവിക കാര്യങ്ങൾ ഇവളോട് ചോദിച്ചു വരുമ്പോ ഇവളുണ്ട് എന്നെ കുറിച്ച് നല്ലത് പറയുന്നത്. പറയോ? പറയില്ല. ഇവള് കേറ്റടിച്ച് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് അതുകൊണ്ട് കേട്ട് നോക്കുമ്പോ പുതിയത് വന്നതല്ലേ. എന്റെ വീരസാഹസ കഥകളാണ് എനിക്ക് കേൾക്കണത്. എന്താപ്പത്? ആരാണ് ഇപ്പൊ ഞാന് ഇരിക്കന്നെ തോന്നിപ്പോയി ഞാൻ ആരാന്ന്. കാര്യം വെച്ചാൽ ആദ്യത്തെ ഭാര്യയൊക്കെ എനിക്ക് കേൾക്കണേ. അങ്ങനെ അവര് അമ്മായിമ്മയും മോളും കൂടി പറഞ്ഞ മാതിരി വിലം കിട്ടി കുറെ കളിച്ചു നോക്കി. നടക്കില്ല. അനക്ക് വേണ്ടേ? ഇറങ്ങിക്കോ. ജീവിക്കണം പോരെ? ഈ ഒരൊറ്റ ചോദ്യം. ഓൾക്ക് ജീവിക്കണം പറഞ്ഞു ഓൾഡ് പോകുന്നു. നല്ല പോലെ ജീവിക്കുന്നുണ്ട്. കൂടുതൽ സംസാരങ്ങളില്ല. ഞാൻ ഇന്നമായിട്ട് ആളാണ്.